PSC സക്സസ് ലാഡറിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നുള്ള ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ചാണ്. ഇതിൽ +1, +2 NCERT SCERT ടെക്സ്റ്റുകളിലുള്ള വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഞാൻ ഈ ക്ലാസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നുള്ള ആദ്യത്തെ ടോപ്പിക്കായ ഭരണഘടനാ നിർമ്മാണ സഭ തൊട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളൊന്ന് നോക്കി പോകാം. ഇന്ത്യയ്ക്കു വേണ്ടി ഭരണഘടന രൂപീകരിച്ചത് ഭരണഘടന നിർമ്മാണ സഭയാണ്. ഇന്ത്യയ്ക്കു വേണ്ടി ഭരണഘടന രൂപീകരിച്ചത് ഭരണഘടന നിർമ്മാണ സഭയാണ്. 1946 ക്യാബിനറ്റ് മിഷൻ പ്രകാരമാണ് ഇന്ത്യയിലെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. പക്ഷേ ഇന്ത്യക്ക് ഒരു സ്വന്തമായിട്ടൊരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരനായിരുന്നു MN റോയ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ MN റോയും ഈ ആശയം തന്നെ ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടിയാണ്. 1923 CR ദാസും മോത്തിലാൽ നെഹ്റുവും രൂപീകരിച്ച സ്വരാജ് പാർട്ടിയാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി. അടുത്ത പോയിന്റ് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്ന തീയതിയാണ് 1946 ഡിസംബർ 9. 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്. അടുത്തൊരു തീയതി ഓർത്തിരിക്കണം, 1947 ഓഗസ്റ്റ് 14. ഓഗസ്റ്റ് 14 കേൾക്കുമ്പോൾ നമുക്കറിയാം പാകിസ്ഥാന് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ് ഓഗസ്റ്റ് 14. 1947 ഓഗസ്റ്റ് 14. ആ പോയിന്റ് ഓർത്തിരിക്കണം. അത് പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ടല്ല ഓർത്തിരിക്കേണ്ടത്. ഇന്ത്യ വിഭജനത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സഭ എന്ന നിലയിൽ സമ്മേളിച്ച തീയതിയാണ് 1947 ഓഗസ്റ്റ് 14. ഇന്ത്യയുടെ വിഭജനത്തിനു ശേഷം ഭരണഘടനാ നിർമ്മാണ സഭ സമ്മേളിച്ച തീയതിയാണ് 1947 ഓഗസ്റ്റ് 14. അടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് രീതിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. കാരണം 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം സംസ്ഥാനങ്ങൾക്ക് സമ്പൂർണ്ണ സ്വയംഭരണ പദവി വ്യവസ്ഥ ചെയ്തിരുന്നു. അതുപ്രകാരം ഓരോ പ്രവിശ്യയിലെയും നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളാണ് ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തിരുന്നത്. അത് 1:10 ലക്ഷം എന്ന ഒരു ഏകദേശ അനുപാതത്തിലാണ് ഓരോ പ്രവിശ്യകൾക്കും സീറ്റുകൾ അനുവദിച്ചിരുന്നത്. ആ പോയിന്റ് കൂടി ഒന്ന് ഓർത്തിരിക്കുക. അടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗസംഖ്യ നോക്കാം. ആകെ അംഗസംഖ്യ എന്ന് പറയുന്നത് 389 ആകെ അംഗസംഖ്യ 389. അടുത്തത് പ്രാദേശിക നിയമസഭകൾ, അതായത് ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 292. നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം 93. നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം 93. അടുത്തത് ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യയിൽ നിന്നും 4. അങ്ങനെ മൊത്തം 389 അംഗങ്ങളായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. അടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിതകളുടെ എണ്ണം. ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിതകളുടെ എണ്ണം 17 എണ്ണമാണ്. പക്ഷേ ഇന്ത്യ വിഭജനത്തിനു ശേഷം അത് 15 കുറഞ്ഞു. ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിതകളുടെ എണ്ണം 17, ഇന്ത്യ വിഭജനത്തിനു ശേഷം 15. അതിൽ മലയാളി വനിതകളുടെ എണ്ണം 3. അത് ആരെല്ലാമാണ്? ആനി മസ്ക്രിൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകളാണ് ആനി മസ്ക്രിൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. അടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി അംഗങ്ങളുടെ എണ്ണം 17. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി അംഗങ്ങളുടെ എണ്ണം 17. ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിതകളുടെ എണ്ണം നമ്മൾ 17 പഠിച്ചിരുന്നു. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് ഇത് ഓർത്തിരിക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി അംഗങ്ങളുടെ എണ്ണവും 17. 17 അംഗങ്ങളിൽ തിരുവിതാംകൂറിൽ നിന്ന് 6 പേരും മലബാറിൽ നിന്ന് 9 പേരും കൊച്ചിയിൽ നിന്നും ഒരാളും യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്നും ഒരാൾ. ഇന്നത്തെ UP ആണ് അന്നത്തെ യുണൈറ്റഡ് പ്രൊവിൻസ്, അതിൽ നിന്നും ഒരാൾ. അങ്ങനെ മൊത്തം 17 അംഗങ്ങളാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന മലയാളി അംഗങ്ങൾ. കൊച്ചിയിൽ നിന്നുള്ള ആ ഒരാളാണ് പനമ്പിള്ളി ഗോവിന്ദമേനോൻ. അതുപോലെ യുണൈറ്റഡ് പ്രൊവിൻസിലുള്ള മലയാളിയാണ് ജോൺ മത്തായി. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മൊത്തം മലയാളി അംഗങ്ങളുടെ എണ്ണം 17. അടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ
പട്ടിക വിഭാഗത്തിൽപ്പെട്ട അംഗങ്ങളുടെ എണ്ണം. പട്ടിക വിഭാഗത്തിൽപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 28. 28 അംഗങ്ങളാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട അംഗങ്ങൾ. അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ 82% സീറ്റുകൾ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടിയായിരുന്നു കോൺഗ്രസ്. കോൺഗ്രസിന് 82% സീറ്റുകൾ ഉണ്ടായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ. അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റികളുടെ എണ്ണം 8 ആയിരുന്നു. ഒത്തിരി കമ്മിറ്റികളുണ്ടായിരുന്നു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റികളുടെ എണ്ണം 8 എണ്ണമായിരുന്നു. ഇനി നമുക്ക് ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റികളും അതിൻ്റെ ചെയർമാനും ആരാണെന്ന് നോക്കാം. യൂണിയൻ ഭരണഘടനാ കമ്മിറ്റി, അതിൻ്റെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ജവഹർലാൽ നെഹ്റു. അതുപോലെ യൂണിയൻ പവർ കമ്മിറ്റിയുടെ ചെയർമാനും ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അപ്പോൾ യൂണിയൻ എന്നു പേരിൽ തുടങ്ങുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. അങ്ങനെ ഓർത്തിരിക്കുക. അടുത്തത് സ്റ്റിയറിംഗ് കമ്മിറ്റി. സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ സ്ഥിരം അധ്യക്ഷനായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ ഈ ഭരണഘടനയുടെ സ്റ്റിയറിംഗ് ആരുടെ കയ്യിലാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്തത് റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി. അതിൻ്റെ ചെയർമാനും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അതായത് നിയമങ്ങളുടെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയുടെ ചെയർമാനും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്തത് പ്രവിശ്യ ഭരണഘടനാ കമ്മിറ്റിയുടെ ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേൽ. നമുക്കറിയാം, നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. അതുകൊണ്ട് പ്രവിശ്യ ഭരണഘടനാ സമിതിയുടെ ചെയർമാൻ ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. അതുപോലെ മൗലിക അവകാശവും ന്യൂനപക്ഷവും എന്ന കമ്മിറ്റിയുടെ ചെയർമാനും സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. അടുത്തത് മൗലിക അവകാശ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ JB കൃപലാനി. നമുക്കറിയാം, മൗലിക അവകാശവും ന്യൂനപക്ഷവും എന്ന് പറയുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേലാണ്. അതിനെ വീണ്ടും 2 ചെറിയ സബ് കമ്മിറ്റികളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അതിൽ മൗലിക അവകാശ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ JB കൃപലാനിയും ന്യൂനപക്ഷ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ അഥവാ മൈനോറിറ്റി സബ് കമ്മിറ്റിയുടെ ചെയർമാൻ HC മുഖർജിയുമായിരുന്നു. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. അടുത്തത് വളരെ പ്രധാനപ്പെട്ട കമ്മിറ്റിയായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് 1947 ഓഗസ്റ്റ് 29. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് എന്നാണ്? 1947 ഓഗസ്റ്റ് 29. അതിലെ അംഗങ്ങളുടെ എണ്ണം 7. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ആകെ 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അതാരെല്ലാമാണ്? അതിൻ്റെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ. ബാക്കി അംഗങ്ങളാണ് KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, DP ഖെയ്ത്താൻ, BL മിത്തൽ. ഓർത്തിരിക്കുക, BR അംബേദ്കർ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, DP ഖെയ്ത്താൻ, BL മിത്തൻ. പിന്നീട് DP ഖെയ്ത്താനു പകരം TT കൃഷ്ണമാചാരിയും BL മിത്തറിനു പകരം N മാധവറാവും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളായി. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ മാറിയ 2 അംഗങ്ങളാണ് DP ഖെയ്ത്താനും BL മിത്തറും. അവർക്ക് പകരം വന്നത് TT കൃഷ്ണമാചാരിയും N മാധവറാവും. അടുത്തത് ഇന്ത്യ വിഭജനത്തിനു ശേഷം ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗസംഖ്യ 299. ഇന്ത്യ വിഭജനത്തിനു ശേഷം ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗസംഖ്യ 299 ഇന്ത്യ വിഭജനത്തിന് കാരണമായ പദ്ധതിയാണ് 1947 ജൂൺ 3 പദ്ധതി. ഓർത്തിരിക്കുക, ഇന്ത്യ വിഭജനത്തിന് അടിസ്ഥാനമായ പദ്ധതി 1947 ജൂൺ 3 പദ്ധതിയാണ്. അടുത്തത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ട തീയതി 1949 നവംബർ 26. ഈ തീയതി ഓർത്തിരിക്കണം. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ട തീയതിയാണ് 1949 നവംബർ 26. അതിനുശേഷം ഭരണഘടന അന്തിമമായി പാസ്സാക്കിയത് 1950 ജനുവരി 24. അതിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം 284. അപ്പോൾ 1950 ജനുവരി 24 ഭരണഘടന അന്തിമമായി പാസ്സാക്കിയപ്പോൾ അതിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം 284.
അതിനുശേഷം ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. നമ്മുടെ ഭരണഘടന രൂപീകരിക്കാൻ ഏകദേശം 2 വർഷവും 11 മാസവും 17 ദിവസവും നിയമസഭ എടുത്തു. ദിവസത്തിൻ്റെ കണക്ക് നമ്മൾ കറക്റ്റായിട്ട് ഓർത്തിരിക്കേണ്ട, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറാം. ഏകദേശം 2 വർഷവും 11 മാസവുമാണ് ഭരണഘടന രൂപീകരിക്കാനെടുത്ത സമയം. അതിൻ്റെ ആകെ ചെലവെന്ന് പറയുന്നത് 64 ലക്ഷം രൂപയാണ്. 11 സെഷനുകളിലായിട്ടാണ് നിയമസഭ ചേർന്നത്. അങ്ങനെ 2 വർഷവും 11 മാസവും 17 ദിവസവും കൊണ്ടാണ് ഭരണഘടന രൂപീകരിച്ചത്. അടുത്തത് നമുക്ക് ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഒരു 3-4 പോയിന്റ്സ് നോക്കാം. ഇത് ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ്സ് ആണ്. അത് ഏതെല്ലാമാണെന്ന് നോക്കാം നമുക്ക്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തത് സാർവത്രിക വോട്ടവകാശത്തെ അടിസ്ഥാനമാക്കിയല്ല. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തിരുന്നത് സാർവത്രിക വോട്ടവകാശത്തെ അടിസ്ഥാനമാക്കിയല്ല. ഇപ്പം നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. സാർവത്രിക വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തത് എന്ന്. പക്ഷേ സാർവത്രിക വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തിരുന്നത്. അടുത്തത്, ഭരണഘടന നിർമ്മാണ സഭയുടെ രൂപീകരണത്തിൽ മുസ്ലിം ലീഗ് ഭാഗമായിരുന്നില്ല. ഓർത്തിരിക്കുക, ഭരണഘടനാ നിർമ്മാണ സഭയിൽ മുസ്ലിം ലീഗിനൊരു പങ്കുമില്ല. കാരണം വിഭജനവുമായി ബന്ധപ്പെട്ട് അവരെന്താണ്, ഈ യോഗം ബഹിഷ്കരിച്ചിരുന്നു. അവർക്ക് മുസ്ലിം ലീഗിന് ഒരു മുസ്ലിം രാഷ്ട്രം വേണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ നിർമ്മാണ സഭയുടെ യോഗം ബഹിഷ്കരിച്ചിരുന്നു. അടുത്തത്, പാർലമെൻറ്റ് എങ്ങനെ രൂപീകരിക്കണം, അതിൻ്റെ അധികാരങ്ങൾ എന്തെല്ലാമാണ് എന്ന് വ്യക്തമാക്കുന്നത് ഭരണഘടനയാണ്. പാർലമെൻറ്റ് എങ്ങനെ രൂപീകരിക്കണം, അതിൻ്റെ അധികാരങ്ങൾ എന്തെല്ലാമാണെന്ന് വ്യക്തമാക്കുന്നത് ഭരണഘടനയാണ്. അതായത് പാർലമെൻറ്റിനേക്കാൾ പ്രാധാന്യം ഭരണഘടനയ്ക്കാണ്. ഓർത്തിരിക്കുക, പാർലമെൻറ്റിനേക്കാൾ പ്രാധാന്യം ഭരണഘടനയ്ക്കാണ്. ഭരണഘടന അനുസരിച്ചാണ് പാർലമെൻറ്റ് രൂപീകരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1946 ഡിസംബർ മുതൽ 1949 നവംബർ വരെയാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ കാലഘട്ടം 1946 ഡിസംബർ മുതൽ 1949 നവംബർ വരെയാണ്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടന ജനഹിത പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെട്ടിട്ടില്ല. ഇന്ത്യൻ ഭരണഘടന ജനഹിത പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെട്ടിട്ടില്ല. അതായത് ഭരണഘടനയുടെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയല്ല ഇന്ത്യൻ ഭരണഘടന രൂപീകരിച്ചിരിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷൻ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ 1946 ഡിസംബർ 9 ഭരണഘടനയുടെ പ്രഥമ സമ്മേളനം നടന്നത്. അതിലെ താൽക്കാലിക അധ്യക്ഷനായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അടുത്തത്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തത് 1946 ഡിസംബർ 11. അടുത്തത്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷനായിരുന്നു HC മുഖർജി. ഉപാധ്യക്ഷനായിട്ട് VT കൃഷ്ണമാചാരി ഉണ്ട്. എന്നാലും ഉപാധ്യക്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് HC മുഖർജിയാണ്. അടുത്തത്, ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനി. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനി. അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകനായിരുന്നത് BN റാവു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകനായിരുന്നത് BN റാവു. അടുത്തത്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ BR അംബേദ്കറുടെ 2 പ്രസ്താവനകളാണ് ഇനി പറയുന്നത്. അതിലാദ്യത്തേത്, ലോക ചരിത്രത്തിൽ ഈ കാലത്ത് തയ്യാറാക്കപ്പെട്ട ഒരു ഭരണഘടനയിൽ എന്തെങ്കിലും പുതിയതായി ഉണ്ടാകുമോ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പുതിയതായി എന്തെങ്കിലും ഒന്ന് ഉണ്ടാവുമെങ്കിൽ
അത് നിലനിൽക്കുന്ന തെറ്റുകളെ ഇല്ലാതാക്കി രാജ്യത്തിൻ്റെ ആവശ്യങ്ങൾക്ക് അനുരൂപമാക്കുക എന്നത് മാത്രമാണ്. ഈ വാക്കുകൾ ഡോക്ടർ BR അംബേദ്കറുടേതാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് BR അംബേദ്കർ പറഞ്ഞ വാക്കുകളാണ്. അടുത്തത്, നമ്മുടെ രാഷ്ട്രീയ ജനാധിപത്യത്തെ ഒരു സാമൂഹ്യ ജനാധിപത്യമാക്കി നാം മാറ്റേണ്ടതുണ്ട്. സാമൂഹ്യ ജനാധിപത്യത്തിൻ്റെ അടിത്തറയിലല്ലാതെ രാഷ്ട്രീയ ജനാധിപത്യത്തിന് കൂടുതൽ കാലം നിലനിൽക്കാൻ കഴിയില്ല. ഇതും ഡോക്ടർ BR അംബേദ്കറുടെ വാക്കുകളാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. എൻ്റെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്